Hi students, welcome to engineering assignments. Engineering assignments ഇന്ന് നമ്മൾ മെഷീൻ ലേണിംഗിൽ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ വരുന്ന ഫീച്ചർ എക്സ്ട്രാക്ഷൻ്റെതായ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ഒന്നെങ്കിൽ അൽഗോരിതം ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം. അപ്പം നമുക്കിപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് എന്ന് നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് is a statistical procedure that uses an orthogonal transformation to convert a set of observation of possibly correlated variable into set of values of linearly uncorrelated variable called as principal component. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ സെറ്റ് ഭയങ്കര അധികം വലുതായിരിക്കും. അങ്ങനെ വലുതായി വരുമ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും കൂടുതലായി വരും. ലേണിംഗ് അൽഗോരിതം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഹൈ ഡിമെൻഷണൽ ഡാറ്റയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡിമെൻഷണൽ ഡാറ്റ ഭയങ്കര കോംപ്ലക്സ് ആണ് പ്രോസസ് ചെയ്യാനും, അതേപോലെ തന്നെ ഭയങ്കര ഇൻകൺസിസ്റ്റൻസിയും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഒരേപോലെ ഇരിക്കുന്ന ഡാറ്റകൾ എന്തിനാ നമുക്ക് ഇനിയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം, നമുക്ക് ഒരാളെ ആഡ് ചെയ്താൽ മതിയില്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഡിമെൻഷണൽ ഡാറ്റേനെ ലോ ഡിമെൻഷണൽ ഡാറ്റയായിട്ട് തിരിക്കും. ലൈക്ക് 2 ഡിമെൻഷണൽ ഡാറ്റേനെ 1 ഡിമെൻഷണൽ ആക്കാം, 3 ഡിമെൻഷണൽ ഡാറ്റേനെ 2 ഡിമെൻഷണൽ ആക്കാം. അങ്ങനെ ഡയമെൻഷൻ കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് കോംപ്ലക്സിറ്റി കുറയാണ്. സോ ദിസ് ഇസ് ദ മെയിൻ ഐഡിയ ബിഹൈൻഡ് പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്. ആൻഡ് വാട്ട് എവർ പ്രിൻസിപ്പൽ കോമ്പണന്റ് യു ആർ ഫൈൻഡിങ് ഔട്ട്, ആ പ്രിൻസിപ്പൽ കോമ്പണന്റ് വിൽ ബി ലെസ് ദാൻ ദ ഒറിജിനൽ വേരിയബിൾസ് or the number of observation. ഓക്കെ, നമ്മൾ എടുക്കുന്ന പ്രിൻസിപ്പൽ കോമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഡാറ്റയും ഒറിജിനൽ ഒബ്സർവേഷനായിട്ടും കുറവായിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ കോമ്പണന്റ് കണ്ടുപിടിക്കുമ്പോൾ. നമ്മൾ പ്രിൻസിപ്പൽ കോമ്പണന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ കുറേ അധികം പ്രിൻസിപ്പൽ കോമ്പണന്റ് ഉണ്ടാവാം. പ്രിൻസിപ്പൽ കോമ്പണന്റ് 1, 2, 3 അങ്ങനെയൊക്കെ പോവാം. പക്ഷേ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പണന്റിന്റെ ഉള്ളിലായിരിക്കും. വേർഡ്സിൽ പറയുകയാണെങ്കിൽ this transformation is defined in such a way that the first principal component has the largest possible variance. Okay, ഇനി ഞാൻ എൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്കാറ്റർ ഡയഗ്രം ഉണ്ടാക്കാണ്. പ്ലോട്ട് എ സ്കാറ്റർ ഡയഗ്രം. സ്കാറ്റർ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് എക്സും വൈ ആക്സിസിൽ നമ്മൾ ഡാറ്റ പ്ലോട്ട് ചെയ്യുന്നു. The second figure you can see that this is the spread along the x direction. കണ്ടോ? And what will be the spread along the y direction? This is the spread along the y direction. ഓക്കെ, ഇനി നമ്മൾ ലാർജസ്റ്റ് സ്പ്രെഡ് ഏത് ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്? ലാർജസ്റ്റ് സ്പ്രെഡ് ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് അല്ലെ, ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ലാർജസ്റ്റ് സ്പ്രെഡ് ആണ് ഈ കാണുന്നത്. അടുത്തത് ദ ഡയറക്ഷൻ ഓഫ് ദ ലാർജസ്റ്റ് സ്പ്രെഡ്. അത് ഞാൻ ഡയറക്ഷൻ വരച്ചിട്ടുണ്ട്. ലാർജസ്റ്റ് സ്പ്രെഡിന്റെ ഡയറക്ഷൻ ഓഫ് ലാർജസ്റ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പണന്റ് ആണ്. So and this dotted point is actually the mean of x and y. The direction of first principal component. This is the direction of first principal component. Now we are removing all other things and we are showing the principal component vector. അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിൻസിപ്പൽ കോമ്പണന്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എന്നുള്ള സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ സ്റ്റെപ്പ് 1 പറയുന്നത് നമ്മൾ ഡാറ്റ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഡാറ്റയാണ് സ്റ്റെപ്പ് 1. ടീച്ചേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും, അതേപോലെ തന്നെ എക്സാമ്പിൾസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പം ഈ സൈഡിൽ കാണുന്ന മൊത്തം ഫീച്ചേഴ്സും ഈ സൈഡിൽ കാണുന്ന മൊത്തം എക്സാമ്പിൾസും ആയിരിക്കും കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ തരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഈ ഒരു ടേബിൾ ആയിരിക്കും. Second one is compute the mean of the variable. Okay, mean of xi of a variable xi നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ it's written like this: xi bar is equal to 1 by n xi1 plus xi2 plus etc up to xin. Next we have to calculate the covariant matrix. രണ്ട് വേരിയബിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. അത് സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റും ആവാം. ഓക്കെ, the covariance of the ordered pair xi, xj find as covariance xi, xj 1 by n minus 1 sigma k is equal to 1 to n xik minus xi bar into xjk minus xj bar. ഓക്കെ, കോവേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വേരിയബിൾ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ xi കൂടിക്കഴിഞ്ഞാൽ xj കൂടോ അത് കുറയോ, അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ കോവേരിയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് എടുത്ത് എഴുതണം.
So we calculate the following n into n matrix S called the covariance matrix of the data. The element in the ith row and jth column is covariance xi comma xj. Okay, so this S is actually the covariance matrix. Covariance ഇവിടെ കണ്ടോ, x1 x2 ഞാൻ മുന്നേ പറഞ്ഞു ഫ്രണ്ട് ആവണമെന്ന് നിർബന്ധമില്ല. So it can be covariance between the x1 and x1. Here x1 and x2, like that you can write the covariance matrix. ഈ covariance matrix നമുക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്ന് eigenvaluesഉം eigenvectorsഉം നമ്മൾ കണ്ടുപിടിക്കണം. സോ എസ് നിങ്ങൾക്ക് അറിയാം covariance matrix ആണ്. ഐ നിങ്ങൾക്ക് പണ്ടേ പഠിച്ചിട്ടുണ്ട്, ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എസ് മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. And this is the polynomial equation of degree n. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. And it has n real roots. And these roots are the eigenvalues of S. ഇനി eigenvalues നമുക്ക് കിട്ടി. സപ്പോസ് ഞാൻ eigenvalue ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ ഡാഷ് എന്ന് എഴുതി വയ്ക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ the corresponding eigenvectors is obtained from this eigenvalue. സപ്പോസ് ഞാൻ u എന്ന് പറഞ്ഞിട്ടാണ് ലാംഡ ഡാഷിൻ്റെ eigenvector എടുക്കണമെങ്കിൽ u ഇസ് ഈക്വൽ ടു u1 u2 അങ്ങനെ un വരെ ഉണ്ടാവും. Such that S minus lambda dash into I into u is equal to 0. സോ ഇതിൽ നിന്ന് നമുക്ക് ഐഗൻ വെക്റ്റർ യു കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഐഗൻ വെക്ടേഴ്സിനെ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇനി നമ്മൾ നോർമലൈസ് ചെയ്യണം ഐഗൻ വെക്ടേഴ്സ്. ഈ ഐഗൻ വെക്ടേഴ്സിനെ നോർമലൈസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു വെക്ടറിനെ നമ്മൾ അതിൻ്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം. സപ്പോസ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു x1 till xn ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഡിഫൈൻഡ് ആസ് റൂട്ട് ഓഫ് x1 square plus x2 square till xn square. So in this you have taken u as an eigenvector, so we are going to normalize it. So we have to normalize by 1 divided by യുടെ ലെങ്ത് ഇൻറ്റു u. അങ്ങനെയാണ് നമുക്ക് നോർമലൈസ് ഐഗൻ വെക്ടർ ഓഫ് u കിട്ടുന്നത്. ഇനിയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് n നോർമൽ ഐഗൻ വെക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ. സോ ഈവൻ ടു en വരെയുള്ള ഐഗൻ വെക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ വി വിൽ റൈറ്റ് ei ഇസ് ഈക്വൽ ടു 1 ബൈ ദ ലെങ്ത് ഓഫ് ui ഇൻറ്റു ui ആൻഡ് ഐ വിൽ റേഞ്ച് ഫ്രം 1 to n. ഇനി നമ്മൾ പുതിയ സെറ്റ് ഡാറ്റ സെറ്റ് ഡിറൈവ് ചെയ്തെടുക്കണം. നമ്മൾ പുതിയ സെറ്റ് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഐഗൻ വാല്യൂ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യേണ്ടത് ഹയസ്റ്റ് ടു ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും. എന്നിട്ട് ആ ഹയസ്റ്റ് വാല്യൂവിൽ ഉണ്ടാകുന്നത് എന്തായിരിക്കും, ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്, പിന്നെ അടുത്ത വാല്യൂവിൽ സെക്കൻഡ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ലെറ്റ് ദ ഐഗൻ വെക്ടർ ഇൻ ഡിസെൻഡിങ് ഓർഡർ ബി lambda 1 till lambda n and let the corresponding unit eigenvector be e1 to en. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പി എന്ന് പറഞ്ഞൊരു വാല്യൂക്ക് പോസിറ്റീവ് ഇൻറ്റീജർ കൊടുത്തിട്ട് അത് 1 തൊട്ട് n വരെ റേഞ്ച് ചെയ്യിപ്പിക്കാം. ദെൻ വി ചൂസ് എ ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ഈച്ച് ഐഗൻ വാല്യൂ ആൻഡ് ദ മെട്രിക്സ് ഇസ് റിട്ടേൺ ആസ് എഫ് ഇസ് ഈക്വൽ ടു ഇ ട്രാൻസ്പോസ് ഓഫ് 1 ടിൽ ഇ ട്രാൻസ്പോസ് ഓഫ് പി വരെ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ട്രാൻസ്പോസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ട്രാൻസ്പോസ് ഒരു മെട്രിക്സ് എഴുതിയില്ലേ, അതേ ഇൻറ്റു എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഇൻപുട്ട് വാല്യൂവിനെ അതിൻ്റെ കറസ്പോണ്ടിങ് മീനായിട്ട് നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് എ ന്യൂ ഡാറ്റ സെറ്റ്. ആൻഡ് ന്യൂ ഡാറ്റ സെറ്റിൽ ഈച്ച് റോ ഓഫ് ദിസ് മെട്രിക്സ് റെപ്രസെൻറ്റ്സ് ദ വാല്യൂ ഓഫ് ദ ഫീച്ചർ. ഓരോ റോയിലും ഫീച്ചർ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ദെൻ സിൻസ് ദീസ് ആർ ഓൺലി പി റോസ്, ദ ന്യൂ ഡാറ്റ സെറ്റ് ഹാവ് ഓൺലി ഫീച്ചേഴ്സ്. അപ്പോൾ പുതിയ ഡാറ്റ സെറ്റിന് ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ. So finally we have found out the principal component analysis which help us in dimensionality reduction. So note that ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഡയമെൻഷനാലിറ്റിയിൽ നിന്ന് താഴത്തെ ഡയമെൻഷനാലിറ്റിക്ക് മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് മുന്നത്തെ ഡയമെൻഷനാലിറ്റിക്ക് പോകാൻ പറ്റില്ല. സോ നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ടു ദ ഒറിജിനൽ n dimension ഫ്രം ന്യൂ ഡാറ്റ സെറ്റ്. Okay students, thank you for watching my video.